നമ്മുടെയൊക്കെ ലൈഫിൽ ശരിക്കും ഹാബിറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ ശരിക്കും ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പറയും ബിഹേവിയേഴ്സ് ഓർ ആക്ഷൻസ് ദാറ്റ് യു പെർഫോം റിപ്പീറ്റഡ്ലി ഓഫൺ വിതൗട്ട് കോൺഷ്യസ് തോട്ട് ദാറ്റ് ബിക്കം ആൻ ഓട്ടോമാറ്റിക് പാർട്ട് ഓഫ് യുവർ റുട്ടീൻ. അതായത് നമ്മൾ കോൺഷ്യസ്ലി എഫേർട്ട് പുട്ടിൻ ചെയ്യാതെ നമ്മുടെ റുട്ടീൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇമാജിൻ ഇങ്ങനെയുള്ള കുറച്ചധികം ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ കോൺഷ്യസ്ലി ഭയങ്കരമായിട്ട് കോൺഷ്യസ് എഫേർട്ടൊന്നും ഇടാതെ നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായിട്ട് റിപ്പീറ്റഡ്ലി അത് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നെ പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ചധികം അടിപൊളി ഹാബിറ്റ്സ് ആണ്. 7 അടിപൊളി ഹാബിറ്റ്സ് ആണ്. ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഹാബിറ്റ് നമ്പർ 1, ഗെറ്റ് റിജക്റ്റഡ്. അതെങ്ങനെ ഒരു ഹാബിറ്റായിട്ടൊക്കെ മാറാം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആക്ച്വലി റിജക്ഷൻ പേടിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഫെയിലിയർ പേടിക്കുന്നവരാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും കുറ്റം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല, നല്ലതായിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല അല്ലേ? പക്ഷേ ഈ റിജക്ഷന് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിനിനെ റിജക്റ്റ് ആവപ്പെടാൻ വേണ്ടി ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ഫെയിലിയേഴ്സിൽ നമ്മൾ പേടില്ലാത്ത ആൾക്കാരായിട്ട് മാറും എന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു മാളിൽ ഒരു പബ്ലിക് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച് പോവാണെന്ന് വിചാരിച്ചോ. ദെൻ അവിടേക്ക് പോയി നിങ്ങൾ ചോദിക്കുന്നു, ചേട്ടാ ഒരു വീഡിയോ എടുത്തോട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, വേണ്ട എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അവിടെ റിജക്റ്റ് ആയി. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് ടൈം നിങ്ങൾ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് അത്ര തന്നെ പ്രശ്നങ്ങളായിട്ട് വരില്ല. അവിടെ നിങ്ങൾ ആ ഫെയിലാകുക എന്നുള്ള സിറ്റുവേഷനെ, അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള സിറ്റുവേഷനെ നിങ്ങൾ അത് അടിപൊളിയായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ആളായിട്ട് മാറും. വേറെ എൻഡിൽ ഇത് ആക്ച്വലി സംഭവിക്കണം എന്താ, നിങ്ങൾ റിജക്റ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ട് വെച്ചൊരു കാര്യത്തിൽ നിങ്ങൾ ഫെയിൽ ആവുകയാണ്. മൾട്ടിപ്പിൾ ടൈംസ് റിജക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫെയിലിയേഴ്സിനെയും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ മനഃപൂർവ്വം റിജക്ഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, എത്തിക്കലി റിജക്ഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അടിപൊളി ഹാബിറ്റ് തന്നെയാണ്. നമ്പർ 2, സെർച്ച് അൺനോൺ തിങ്സ് ഇമ്മീഡിയറ്റ്ലി. ഇത് ആക്ച്വലി എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് തന്നെ സ്വയം ഓക്കെ ഇത് അടിപൊളിയായിട്ടൊരു ഹാബിറ്റാണ് എന്ന് തോന്നിയിട്ടുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം അറിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഗൂഗിൾ എടുക്കുക, ആ കാര്യം എന്താണ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഗൂഗിളിൻ്റെ തന്നെ ഇപ്പോൾ AI ഒക്കെ ആയിട്ട് മുകളിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ വരും എന്താ സംഭവം എന്നുള്ളത്, അത് അങ്ങോട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. സോ വളരെ റീസെൻ്റ്ലി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു ഡിസ്കഷനിൽ വന്നു, ഒരാൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അയാൾ ആക്റ്റീവ്ലി പാർട്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ കോ ഫൗണ്ടർ എന്ന് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ചിന്തിച്ച സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്ത് ആക്റ്റീവ്ലി പാർട്ടാകുന്ന ആളല്ലേ നമ്മൾ സാധാരണ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയാം. പക്ഷേ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോ ഫൗണ്ടർ എന്ന് പറയുക എന്നുള്ളത്. സോ ആ സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അടുത്ത വീഡിയോയിൽ ഇതെന്തായാലും ആഡ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ തന്നെ ഗൂഗിൾ എടുത്തു, ഈ കാര്യം സെർച്ച് ചെയ്തു, ഈ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി. സോ ഈ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന, സെൽഫ് ലേൺ ചെയ്യുന്ന, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് സെൽഫ് ലേൺ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബേസിക്കലി ഇതുവഴി പഠിക്കാൻ പറ്റും എന്നുള്ളതുമാണ്. സോ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി സെർച്ച് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 3, എപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും എപ്പോൾ നിങ്ങൾ ടാസ്കുകൾ എഴുതുന്ന സമയത്തും അത് പ്രയോറിറ്റൈസ് ചെയ്യും കൂടെ ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു 10-20 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂർ ഡീപ്പ് വർക്ക് സെഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഈ ടാസ്കുകളൊക്കെ ലിസ്റ്റ് ചെയ്ത് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ടാസ്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും ഇത് പ്രയോറിറ്റി ബേസിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങൾ ഒരു 6 മണിക്കൂറിൻ്റെ വർക്ക് സെഷൻ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കൊളീഗും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾക്ക് ടോട്ടൽ 6 മണിക്കൂറുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ചെയ്യാനായിട്ടുള്ള കംപ്ലീറ്റ് ടാസ്കുകൾ ഒരു ബോർഡിൽ എഴുതി വെച്ചു. ആൻഡ് ഈ ടാസ്കുകൾക്ക് ഓരോ ടാസ്കിനും ഏകദേശം എത്ര സമയം എടുക്കും എന്നുള്ളതും കൂടെ അവിടെ എഴുതി വെച്ചു. അപ്പോൾ നമുക്കറിയാം, മൊത്തത്തിൽ നോക്കിയ സമയത്ത് ഈ 6 മണിക്കൂറിനേക്കാൾ മുകളിൽ അറൗണ്ട് 8-9 മണിക്കൂറിൻ്റെ വർക്ക്സ് ആക്ച്വലി നമ്മൾ അപ്പം എഴുതിയത് മാത്രം ഉണ്ടായിരുന്നു. സോ ഇതിൽ പ്രയോറിറ്റി ബേസിൽ ഏതൊക്കെ വർക്ക്സ് ഈ 6 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു. അത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റി. സോ എപ്പോഴും ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹാബിറ്റ് നമ്പർ 4, ഡോക്യുമെൻ്റ് യുവർ ജേർണി ഓൺ സോഷ്യൽ മീഡിയ. ശരിക്കും എൻ്റെ ലൈഫിലെ
ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ജേർണി സോഷ്യൽ മീഡിയയിൽ ഡോക്യുമെൻ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക എന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി നമ്മളുടെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരിക്ക് നമുക്കുള്ളൊരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരാളിലേക്ക് ഇത് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ലേ. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ കമ്പനീസിലേക്കും ഞാൻ വർക്ക് ചെയ്യാനായിട്ടുള്ള മേജർ റീസൺ ആക്ച്വലി ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എൻ്റെ ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുന്നു, ഞാൻ എൻ്റെ വർക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്നത് പല ആളുകളിലേക്ക് എത്തും. അതിലെവിടെയെങ്കിലും എനിക്ക് ആപ്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി അവരെന്നെ കണക്ട് ചെയ്യും. ജോബ് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്നുള്ളത് എന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ജേർണി നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നിങ്ങളുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. ഇനിയിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഇതെല്ലാം ഇമ്പ്രൂവ് ആവും. ഇനി നിങ്ങൾ ലിങ്ക്ഡിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവും. ശരിക്കും ആക്ച്വലി ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് മൾട്ടിപ്പിൾ ആസ്പെക്ട്സിൽ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് തന്നെയാണ്. സോ എവറി ഡേ കുറച്ച് സമയം നിങ്ങളുടെ ജേർണി ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്പർ 5, ശരിക്ക് നമ്മളെ പല ഫ്രണ്ട്ഷിപ്സും നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോകുന്നതൊക്കെ മേജർ റീസൺ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അല്ലേ. ശരിക്കും എനിക്കും ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മേജർലി എൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. ആൻഡ് ഞാൻ അത് സോൾവ് ചെയ്തിട്ടുള്ളൊരു വേ ആണ്. ദാറ്റ് ഈസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ചില സമയത്തൊക്കെ എപ്പോഴും ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളത്. ശരിക്കും ഞാൻ മേജർലി കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഫോൺ നമുക്ക് കാറിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാനിപ്പോൾ മോസ്റ്റ്ലി കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫോൺ കണക്ട് ചെയ്യും, ഒരാളെ വിളിക്കും, കുറച്ച് നേരമൊക്കെ സംസാരിക്കും, ആളുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം, ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നില്ല, ഏതൊരു കൈൻഡ് ഓഫ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതൊന്ന് കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ശരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ഹാബിറ്റാണ്. നമുക്ക് നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളത് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. ഹാബിറ്റ് നമ്പർ 6, ഓട്ടോമേറ്റഡ് സേവിങ്സ്. ഇത് ആക്ച്വലി ഞാൻ അങ്കുർ വാരിക്കുൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഹാക്കാണ്. ദാറ്റ് ഈസ് റിച്ച് മൈൻഡ് സെറ്റും ഉണ്ട്, പുവർ മൈൻഡ് സെറ്റും ഉണ്ട്. പുവർ മൈൻഡ് സെറ്റ് എന്താ ചെയ്യുക, അവർക്കൊരു സാലറി വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സ്പെൻസ് എല്ലാം അവരാദ്യം മീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാനായിട്ട് നോക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. റിച്ച് മൈൻഡ് സെറ്റ് എന്താ ചെയ്യുക, ഒരു എമൗണ്ട്, ഒരു സാലറി ക്രെഡിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അവർക്ക് സേവ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എത്ര എമൗണ്ട് ആണുള്ളത് അത് വെച്ചിട്ടായിരിക്കും അവരുടെ എക്സ്പെൻസസ് അവർ മാനേജ് ചെയ്യുക. ആൻഡ് ഈ റിച്ച് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമേറ്റഡ് സേവിങ്സ് എന്നുള്ളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആയാലുടൻ നിങ്ങളൊരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പൈസ സേവിങ്സിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിലേക്കുള്ള പൈസ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോ പേ സെറ്റപ്പ് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ജൂപ്പിറ്റർ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ട്സ് നിങ്ങൾക്ക് അടുത്തൊരു 30 ദിവസത്തിൽ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ആ ബാങ്ക് അക്കൗണ്ട് എടുത്തതിന് ശേഷം ഇനി മുതൽ നിങ്ങളുടെ സാലറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഒരു 20% ഓഫ് ദ സാലറി ഒക്കെ നേരെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുക. അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും സേവ് ചെയ്യാനായിട്ടും എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുക. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹാക്കാണ്. ആൻഡ് ആ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഹാബിറ്റ് നമ്പർ 7, ഇങ്ങനൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലക്ക്. എന്താ ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമല്ലേ. നമുക്ക് കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരുടെ എക്സാമ്പിൾ പറയാറുണ്ട്, അവന് ഭാഗ്യം കൊണ്ട് ഇപ്പോൾ ഇത്ര വലിയൊരു കമ്പനി അവൻ ഇപ്പോൾ ബിൽഡ് ചെയ്തു. മേ ബി അതിൻ്റെ ബാക്കിൽ അവൻ്റെ വർഷങ്ങളുടെ സ്റ്റോറി കിടക്കുന്നുണ്ടായിരിക്കും. ആ ലക്ക് ഇപ്പോൾ വലിയൊരു കമ്പനി ബിൽഡായി എന്നുള്ളൊരു ലക്ക് മേ ബി ഈ സ്റ്റോറീസ് ത്രൂ അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമായിരിക്കും. നമുക്ക് നല്ല അടിപൊളി ലക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ എപ്പോഴും നമ്മളുടെ കരിയറിൽ, നമ്മുടെ ലൈഫിൽ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ബാക്ക് എൻഡിൽ ഇങ്ങനെ ഒരു മൈൻഡ് വെക്കുക, ലോങ് ടേമിലേക്ക് നല്ല ലക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണത്. അതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ആൻഡ് ഇൻ ദ ലോങ് റൺ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇൻ ദ ലോങ് റൺ നിങ്ങൾക്ക് നല്ലൊരു ലക്കായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലക്കിനുള്ള ആക്ടിവിറ്റീസ് നിങ്ങളെപ്പോഴും
സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 7ാമത്തെ ഹാബിറ്റ്. ഇത് ആക്ച്വലി ഒരു ടിപ്പിക്കൽ കുറേ ഹാബിറ്റ്സ് പറയുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് അതിനൊരു ഹാബിറ്റാക്കി മാറ്റിയിട്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്കത് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. മേക്ക് ഷുർ യു ഷെയർ ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. We'll see you in the next video.